എനിക്ക് പോകാനുള്ള സമയമായി ശിവൻ. സതി പെറുപെറുത്തു. പക്ഷേ പോകുന്നതിനു മുൻപ് ഞാൻ അനുഭവിച്ച ഏറ്റവും ആഹ്ലാദകരമായ കാലമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മാസങ്ങൾ എന്ന കാര്യം അങ്ങയോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നനവാർന്ന കണ്ണുകളോടെ ശിവൻ സതിയെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ കൈകൾ സ്വയം ചലനശേഷി വീണ്ടെടുക്കുന്ന പോലെ സതിയുടെ നേരെ നീങ്ങി. കൃത്യസമയത്ത് അവനതിന് തടയിട്ടു. അങ്ങ് വളരെ മുൻപേ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വയം അംഗീകരിക്കാത്ത ഒരു രഹസ്യം സതി പുറത്തുവിട്ടു. എങ്കിൽ എൻ്റെ ജീവിതം ഏറെ വ്യത്യസ്തമായി തീരുമായിരുന്നു. സങ്കടത്തിന് പുറത്തു പോകാനുള്ള ഒരു മാർഗം തേടി നടന്നിരുന്ന ശിവന്റെ കണ്ണുകൾ സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ടു. ഞാനിത് മുൻപേ പറയേണ്ടതായിരുന്നു, സതി മന്ത്രിച്ചു. കാരണം ആദ്യമായാണ് ഞാനിത് പറയുന്നതെങ്കിലും ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തെ വാക്കുകളായിരിക്കും. ശിവൻ സതിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു. സതി ശിവന്റെ കണ്ണുകളിൽ ആർദ്രമായി നോക്കി പതിയെ മന്ത്രിച്ചു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. അണപൊട്ടിയൊഴുകിയ കണ്ണീർ ശിവന്റെ ദുഃഖാർത്ഥമായ കവിളിലൂടെ പെയ്തിറങ്ങി. ഏറ്റവും കുറഞ്ഞത് 1 നൂറ്റാണ്ട് കാലത്തേക്കെങ്കിലും നീ ഈ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ശിവൻ തേങ്ങി. നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. വേണ്ടി വന്നാൽ ഞാൻ മൃത്യുദേവനുമായി പോരാടും. നീ എവിടേക്കും പോകുന്നില്ല. സങ്കടത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സതി തൻ്റെ കൈപ്പടം ശിവന്റെ കയ്യിൽ വെച്ചു. അവളുടെ കൈ പൊള്ളുന്നുണ്ടായിരുന്നു. പനി അതിൻ്റെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു.